വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറയപ്പെട്ട കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്. പക്ഷെ അതിന്റെ ശുപാർശകൾ വർഷങ്ങളോളം നടപ്പാക്കാതെ തന്നെയാണ് പോയത്. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിപ്പോ പെട്ടെന്ന് അതിലൊരു അഴിച്ചുപണി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് ഏത് കാര്യത്തിലും ഒരു നിലവിലുള്ള ഒരു സിസ്റ്റം പെട്ടെന്നൊരു മാറ്റത്തിലേക്ക് വരുന്നില്ല. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ മാത്രമേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുള്ളൂ. ഇപ്പോ ഏകീകരണം പോലുള്ള സംഗതികൾ മാത്രം. ബാക്കി അതിൽ ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതിൽ അപ്രായോഗികമായ ഒട്ടനവധി നിർദ്ദേശങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വിയോജിപ്പുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നടപ്പാക്കിയിട്ടുമില്ല. അപ്പോ ഇനി ആ കാര്യങ്ങൾ പ്രസക്തമല്ല. നടപ്പായതിൽ വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതൊരു അക്കാദമിക സമൂഹത്തിലെ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് അതിലൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിലൊന്നും അങ്ങനെ ഒരു വൈര്യനിര്യാതന ബുദ്ധിയോ അത്തരത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായതൊക്കെ മാറ്റണം എന്ന രീതിയിലുള്ള ഒരു സമീപനമോ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. വിദ്യാഭ്യാസ രംഗത്തുള്ള പരിഷ്കാരങ്ങൾ എപ്പോഴും നല്ല അവധാനതയോടുകൂടി നടത്തണം. ഈ പറയപ്പെട്ട കമ്മീഷന്റെ കാര്യത്തിൽ അന്ന് തന്നെ വലിയ ആക്ഷേപങ്ങൾ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അവർ നടപ്പാക്കിയിട്ടില്ല. ചില കാര്യങ്ങൾ മാത്രമാണ്, ഏകീകരണം പോലുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നടപ്പായത്. അപ്പൊ അതിപ്പോ പ്രായോഗികമായി നിൽക്കുകയാണല്ലോ നമ്മുടെ മുമ്പിൽ. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ആവശ്യമായ ഭേദഗതികളും മാറ്റങ്ങളും വരുത്തും എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വേറെയും പല കമ്മീഷൻ റിപ്പോർട്ടുകളും കഴിഞ്ഞ ഗവൺമെന്റ് നോക്കിയിട്ടില്ല. അപ്പൊ കാർത്തികേയൻ കമ്മീഷൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അത് +1 സീറ്റിന്റെ കുറവുമായി ബന്ധപ്പെട്ടതാണ്. അവർ കൃത്യമായി ശുപാർശ ചെയ്തിരുന്നല്ലോ, കേരളത്തിലെ ഇന്ന ജില്ലകളിലൊക്കെ +1 സീറ്റിന്റെ കുറവുണ്ട്, അത് ഇന്ന രീതിയിൽ പരിഹരിക്കണം. ആ റിപ്പോർട്ട് ആ ഗവൺമെന്റ് നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ അതൊരു പുതിയ ആക്ഷേപമായിട്ട് പറയല്ല. അപ്പോ എല്ലാ ഗവൺമെന്റുകളുടെ കാലത്തും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരും. അതിൽ നടപ്പായത് വല്ല അശാസ്ത്രീയത ഉണ്ടെങ്കിൽ മാത്രമേ അത് പുനഃപരിശോധിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ ഏതായിരുന്നാലും ഇപ്പൊ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, അത് ദേശീയ തലത്തിലൊരു പാറ്റേൺ വരുമ്പോൾ അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. അപ്പൊ അതൊന്നും വിദ്യാഭ്യാസത്തിന്റെ കണ്ടന്റുമായുള്ള വിഷയങ്ങളല്ല. അപ്പൊ ഘടനയാണ്. ഇപ്പൊ 1 മുതൽ 5 വരെയാണ് LP സ്കൂള് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ. പിന്നീട് 6ഉം 7ഉം 8ഉം UP സ്കൂളായിട്ട് വരും. 9ഉം 10ഉം 11ഉം 12ഉം സെക്കൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ മാറ്റുമ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ അധ്യാപകരുടെ ഒരു പുനർവിന്യാസം, സ്കൂളുകളുടെ ഇപ്പോ ഇന്നുള്ള എല്ലാ LP സ്കൂളിലും 5ാം ക്ലാസ് കൂടി വരുമ്പോ ഇൻഫ്രാസ്ട്രക്ചറിലൊരു മാറ്റം വരണം. അപ്പോ അത് കഴിഞ്ഞ ഗവൺമെന്റ് അതിലൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു നയം നടപ്പാക്കാൻ ഞങ്ങളത് പരിശോധിച്ച് ഒരു അവസ്ഥ വരുമ്പോ നടപ്പാക്കണമെങ്കിൽ അതിന് സാവകാശം കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളെ പോലെ തന്നെ നമുക്ക് എയ്ഡഡ് സ്കൂളുകളുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെയും അതിനുവേണ്ട സൗകര്യങ്ങൾ ഇല്ലാതെ നമ്മൾ അങ്ങനെ ഒരു പരിഷ്കാരത്തിലേക്ക് പോകാൻ കഴിയില്ല. പിന്നെ അധ്യാപകരുടെ സംഗതി, നമ്മളിവിടെ UP സ്കൂൾ വരെയുള്ള UPSA എന്ന് പറയുന്ന അല്ലെങ്കിൽ LPSA എന്ന് പറയുന്ന ആ രീതിയിലാണ് അധ്യാപകരുടെ വിന്യാസം. ഹൈസ്കൂളിലേക്ക് അത് മാറി. അപ്പൊ 8ാം ക്ലാസ് UPയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. ഹൈസ്കൂൾ അധ്യാപകർ എന്നുള്ളത്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അധ്യാപകർ വേറെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പരിഹരിക്കണം. അത് അത്ര നിസ്സാരമല്ല. വിവിധ കാറ്റഗറികളിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ അതിലുണ്ട്. ഏതായിരുന്നാലും അത്തരം പരിഷ്കാരങ്ങൾ കൂടി ഭാവിയിൽ നമുക്ക് രാജ്യത്തൊന്നാകെ ഒരു പാറ്റേൺ ആയി അത് മാറുന്നതിന്റെ ഭാഗമായിട്ട് നോക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതൊരു ശുപാർശയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ എയ്ഡഡ് മേഖല ഇന്നലെ ഉണ്ടായതല്ല. തുടക്കം മുതലേ നമ്മുടെ നാട്ടിലുള്ളൊരു സംവിധാനമാണ്. അവർക്ക് ഉള്ള ഒരു ആനുകൂല്യമാണ്. കാരണം ആ സ്കൂൾ നടത്താൻ വേറെ ഒരു ചെറിയൊരു സംഖ്യ മാത്രമാണ് അവർക്ക് ഒരു
പിന്നെ ആ മാനേജ്മെന്റുകൾക്ക് സർക്കാർ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പൊളിച്ചെഴുതുമ്പോൾ വളരെ വിപുലമായ ചർച്ചകൾ ആവശ്യമാണ്. എല്ലാവരെയും കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത്. പെട്ടെന്ന് നമുക്ക് അതിലൊരു തീരുമാനം പറയാൻ കഴിയില്ല. അത് ഇപ്പൊ അതിന്റെ കൂടെ പ്രഖ്യാപിച്ച സംഗതികളൊക്കെ അടുത്ത മാസം മുതൽ, ഈ മാസം മുതൽ ജൂൺ 1 മുതൽ നടപ്പാക്കാനാണ് അന്ന് ക്യാബിനറ്റിൽ പറഞ്ഞത്. അതിൽ പാചക തൊഴിലാളികള്, നമ്മുടെ ആശാ വർക്കർമാര്, അങ്ങനെ IMR, അങ്ങനെ ആ കാറ്റഗറിയിൽപ്പെട്ടതൊക്കെ ഈ മാസം മുതലാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ നിലപാടിന്ന് പുറകോട്ട് പോയിട്ടില്ലല്ലോ. PM ശ്രീയോടുള്ള UDFന്റെ രാഷ്ട്രീയ നിലപാട് സുവ്യക്തമാണ്. ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു. അപ്പൊ അത് ഇനി എങ്ങനെ അതിന്റെ ഭാവി കാര്യങ്ങൾ എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി. അതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. അപ്പോ പിന്നെ എന്താ അവർ ചെയ്തത്? അന്ന് വിവാദമായപ്പോ ഒരു മെസ്സേജ് കൊടുത്തു, കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം എന്താ പറയാ നിർത്തിവെക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് ആ കരാറിന്റെ ഭാവി എന്താണ്? ഏകപക്ഷീയമായ അതിലൊരു കക്ഷിക്ക് കരാറിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏതായിരുന്നാലും ഇന്ന് റിപ്പോർട്ട് സെക്രട്ടറി തന്നിട്ടുണ്ട്. ഞാനത് പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങളത് പരിശോധിച്ച് UDFൽ ചർച്ച ചെയ്ത് വൈകാതെ തന്നെ ഞങ്ങളിതുമായി എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവും.